ഈ പ്രഭാതത്തിൽ അല്പസമയം നമുക്ക് ശാന്തമായിരുന്നു കൊണ്ട് ദൈവ ശബ്ദത്തിന് കാതോർക്കാം. അനേക ശബ്ദങ്ങൾ കേൾക്കുന്ന ഈ ഭൂമിയിൽ അതിൽ ഒരുപാട് ശബ്ദങ്ങളും നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാവുമ്പോൾ ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന പ്രത്യാശയും ഊർജവും പകരുന്ന ദൈവിക ശബ്ദത്തിന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ കാതുകളെ സമർപ്പിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിലെ 5 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ യേശുക്രിസ്തു നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ വിശ്വാസത്തെക്കുറിച്ച് അല്പം ചിന്തകൾ കൈമാറാം എന്ന് വിശ്വസിക്കുന്നു. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് വിശ്വസിക്കുന്നു. വിശ്വാസം പലതരത്തിലുണ്ട്. അല്പവിശ്വാസമുണ്ട്, കടുകുമണിയോളം വിശ്വാസമുണ്ട്, നിർജീവ വിശ്വാസമുണ്ട്. എന്നാൽ ഇതിലൊക്കെ മേത്തരമായിട്ട് യേശുക്രിസ്തു പിൻചെല്ലുന്ന പുരുഷാരത്തോട് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വലിയ വിശ്വാസമാണ് ഈ ഭാഗത്ത് കഫർന്നഹൂമിൽ പ്രതിപാദിക്കുന്നത്. ഇത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ റോമൻ ശതാധിപൻ്റെ വിശ്വാസമാണ്. റോമൻ ശതാധിപൻ എന്ന് പറയുമ്പോൾ ഒരു വിജാതീയനാണ്. അവൻ ഒരു പട്ടാളത്തിലെ അധികാരവർഗത്തിൽ വൃന്ദത്തിൽ പെട്ട വ്യക്തിയാണ്. അതിന് പശ്ചാത്തലം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. അവൻ്റെ ദാസൻ പക്ഷവാതം പിടിച്ച് മരിക്കാറായി കിടക്കുന്ന അവസരത്തിൽ യേശുവിൻ്റെ വസ്തുത കേട്ട പട്ടാളക്കാരൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ യേശു പൂർണ്ണ മനസ്സോടെ കൈയൊപ്പിട്ട് വാങ്ങുന്ന ഒരു വിശ്വാസമാണ് ശതാധിപൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിന് ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കാണുന്നില്ല, ഇത് വലിയ വിശ്വാസം എന്ന് പറഞ്ഞ് യേശു ആശ്ചര്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ റോമൻ ശതാധിപൻ്റെ സെഞ്ചൂറിയൻ്റെ വിശ്വാസം യേശുവിനെ അതിശയിപ്പിച്ച വിശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവ്, ഡിഗ്രി എത്രയുണ്ടെന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. യേശുവിനെ ആശ്ചര്യപ്പെടുത്തുന്ന, അതിശയിപ്പിക്കുന്ന വിശ്വാസം നമ്മളിൽ നിന്ന് പുറപ്പെടാറുണ്ടോ? അതിശയിപ്പിക്കുന്ന വിശ്വാസമാണെങ്കിൽ അതിൻ്റെ ഫലം, റിസൾട്ട് ഇമ്മീഡിയറ്റ് ആണ്. ഈ വിശ്വാസത്തെ യേശു ഇത്രയധികം പിന്താങ്ങുവാൻ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുവാൻ, അംഗീകരിക്കുവാനുള്ള ചില കാരണങ്ങളിലേക്ക് നമുക്ക് ചിന്തകളെ വിടാം. ഒന്നാമതായിട്ട് യേശുവിൻ്റെ പരമാധികാരത്തിലാണ് അവൻ വിശ്വസിച്ചത്. അവൻ പറയുന്നുണ്ട്, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ, നീയും അധികാരിയാണെന്ന് എനിക്കറിയാം. യേശുവിൻ്റെ പരമാധികാരമാണ് ഇവൻ്റെ വിശ്വാസത്തിൻ്റെ ആധാരം. അവൻ്റെ വിശ്വാസം എന്നാൽ ആരംഭിക്കുന്നത് തൻ്റെ അയോഗ്യതയിൽ നിന്നാണ്. വലിയ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ പടി നമ്മുടെ അയോഗ്യത തന്നെയാണ്. സർവശക്തനും സർവവ്യാപിയും വിശുദ്ധനുമായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം വന്നു നിൽക്കുമ്പോൾ പ്രാഗൽഭ്യം പറയുവാൻ നമുക്ക് വലുതായി ഒന്നുമില്ല. ഇവൻ തൻ്റെ സംഭാഷണം ആരംഭിക്കുന്നത്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ യോഗ്യതയ്ക്ക് മുമ്പിൽ ഞാൻ അയോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ സംസാരം ആരംഭിക്കുന്നത്. അത് അടുത്ത പടിയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ സർവാധികാരത്തിലേക്ക് പ്രവേശിക്കുന്നു. യേശുവിൻ്റെ സർവാധികാരം അവൻ്റെ ഒരു വാക്കിൽ പോലും അടങ്ങിയിരിക്കുന്നു എന്ന് ആ ശതാധിപൻ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അവൻ പറയുന്നുണ്ട്, നിന്റെ ഒരു വാക്ക് മതി എൻ്റെ ദാസന് സൗഖ്യം വരുവാൻ. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ പരമാധികാരം അവൻ്റെ കേവലം ലളിതമായ ഒരു വാക്കിൽ പോലും ഉണ്ടെന്ന് ഈ സെഞ്ചൂറിയൻ ശതാധിപൻ വിശ്വസിക്കുന്നു. അടുത്ത വലിയ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്ന മറ്റൊരു വസ്തുത, സ്ഥലകാല സമയഭേദമില്ലാതെ ചലിക്കുന്നതാണ് യേശുവിൻ്റെ അധികാരം. ഇവൻ പറയുന്നുണ്ട്, നീ ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള എൻ്റെ ദാസൻ്റെ ബലഹീനമായ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുമ്പോൾ അവന് സൗഖ്യം വരും. ഇത് ഇസ്രായേൽ ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല പറയുന്നതെന്ന് ഓർക്കണം. വിജാതീയനായിരിക്കുന്ന ഒരു റോമൻ പട്ടാള നേതാവാണ് ഇത്തരത്തിൽ വലിയ വിശ്വാസം യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ പരമാധികാരം സ്ഥലത്തെയോ കാലത്തെയോ ഒന്നിനെയും പിടിച്ചു നിർത്തുന്നതല്ല. അതിനൊക്കെ അപ്പുറമായിട്ട് സ്ഥലത്തിനും കാലത്തിനും സമയത്തിനുമൊക്കെ മുമ്പേ ചലിക്കുന്ന ഒരു വിശ്വാസമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിൻ്റെ വാക്ക് എൻ്റെ ഭവനം വരെ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അവൻ്റെ വലിയ വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, തൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തെ യേശുവിൻ്റെ മുമ്പിൽ അവൻ പകരുകയാണ്. പകരപ്പെടുന്ന വിശ്വാസം എന്ന് നമുക്കതിനെ വീക്ഷിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇപ്രകാരം നമ്മുടെ വിശ്വാസത്തെ നാം ദൈവത്തിൻ്റെ മുമ്പിൽ പകരാറുണ്ടോ? ദൈവസന്നിധിയിൽ ചെന്ന് എപ്പോഴും നാം പകരുന്നത് എന്താണ്? സങ്കടങ്ങൾ, പരാതികൾ, കംപ്ലൈൻസ്, നമ്മുടെ വേദനകൾ. ഇത് മാത്രമാണ് ഈ നിലയില്ലാതെ നാം ദൈവസന്നിധിയിൽ പകരുന്നത്. എന്നാൽ ദൈവത്തെ ചലിപ്പിക്കുവാൻ, ഇമ്മീഡിയറ്റായിട്ട് ദൈവശക്തി പുറപ്പെടുവാൻ ആവശ്യം വേണ്ട ഒരു ഘടകമാണ് നമ്മുടെ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കണം. അവൻ തൻ്റെ വിശ്വാസത്തെ മുഴുവൻ, തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നൊരു വിശ്വാസമുണ്ട്. അത് ദൈവത്തിന് അറിയാം, പക്ഷെ അവനറിയില്ല തൻ്റെ വിശ്വാസം ദൈവത്തിന് എത്രമാത്രം അറിയാമെന്ന്. അതുകൊണ്ട് മാനുഷികമായ തൻ്റെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ പകരുവാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അതിനവൻ ഉപയോഗിക്കുന്നത് പട്ടാളത്തിലെ ഒരു ഹൈറാർക്കി ഓഫ് അതോറിറ്റിയാണ്, അധികാര ശ്രേണി. താൻ കാണുന്നത്, തൻ്റെ നിത്യജീവിതത്തിൽ കണ്ട ഒരു സംഭവത്തെ കണക്ട് ചെയ്തുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ പകരുകയാണ്. അവൻ പറയുന്നു, ഞാൻ അധികാരത്തിന് കീഴുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സുപ്പീരിയേഴ്സ് ഉണ്ട്, എനിക്ക് കുറേ മേലാളന്മാരുണ്ട്. അവരെന്തു പറഞ്ഞാലും പട്ടാളത്തിൽ ഞാൻ അക്ഷരം പ്രതി അനുസരിക്കും. അവൻ്റെ വിശ്വാസം പകരപ്പെടുമ്പോൾ തുടരുന്നു, എനിക്ക് കീഴെ പടയാളികളുണ്ട്, അവർ ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും. ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ അവൻ വരിക തന്നെ ചെയ്യും. ഒരുത്തനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോവുകയും ചെയ്യും. തൻ്റെ ഉള്ളിൽ നിറഞ്ഞ് കവിയുന്ന യേശുവിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള തൻ്റെ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ പകരുവാനായിട്ട് അവൻ തൻ്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ നിന്ന് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഘടകത്തെ എടുത്തുകൊണ്ട് സംസാരിക്കുന്നു. അധികാര ശ്രേണി, അധികാരത്തിൻ്റെ അത്ഭുതം, അധികാരത്തിൻ്റെ ഇഫക്റ്റ് എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയെങ്കിൽ കേവലം ഒരു ഗവൺമെൻറ് തന്നിരിക്കുന്ന അധികാരത്തിൽ ഇത്രയധികം പ്രവർത്തനങ്ങൾ നടത്തുമെങ്കിൽ രാജാതിരാജാവും കർത്താതി കർത്താവും അത്ഭുത മന്ത്രിയും വീരനാം ദൈവവുമായിരിക്കുന്ന നിന്റെ പരമാധികാരം എത്ര വലുതാണെന്ന് അവൻ തുറന്ന് സമ്മതിക്കുന്നു. ശതാധിപൻ്റെ വിശ്വാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പകരപ്പെട്ട വിശ്വാസം. ഇത്തരം ഘടകങ്ങളോടുകൂടി യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ശതാധിപൻ്റെ വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് യേശു ഈ സമയത്തെ ഉപയോഗിക്കുവാണ്. കണ്ടു നിൽക്കുന്നവരോട് പറയുന്നു, നോക്കുക, ഞാൻ ആശ്ചര്യപ്പെടുന്നു. അവൻ്റെ വിശ്വാസത്തിൽ കർത്താവ് ആശ്ചര്യപ്പെടുകയാണ്. ആശ്ചര്യപ്പെട്ട വിശ്വാസത്തെ, ഇസ്രയേലിൽ പോലും ഇല്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രതികൃതിക്കുകയാണ്. അത്ര വലിയ വിശ്വാസം കേവലം ഈ ലോകത്തിലെ ചില അത്ഭുതങ്ങളിൽ ഒതുങ്ങി ഇല്ല എന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തു അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളെ നോക്കിയിട്ട് പറയുന്നു, വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും പലരും വന്ന് ദൈവരാജ്യത്തിൻ്റെ പന്തി ഭോജനത്തിലിരിക്കും, രാജ്യത്തിൻ്റെ പുത്രന്മാരോ തള്ളപ്പെടും. എന്താണ് ഇതിൻ്റെ അർത്ഥം? കേവലം വിജാതീയനായിരിക്കുന്ന ഇവൻ്റെ വിശ്വാസം, എൻ്റെ പരമാധികാരത്തിലുള്ള ഇവൻ്റെ വിശ്വാസം, എൻ്റെ മുമ്പിൽ പകരപ്പെട്ട ഈ വിശ്വാസം കേവലം ദാസൻ്റെ രോഗസൗഖ്യം കൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല. ഈ വിശ്വാസം ഇവന് ഒരു വലിയ പ്രമോഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്. നിത്യതയിലേക്കുള്ള ഒരു പാസ്പോർട്ടും കൂടി ഇവിടെ കൊടുക്കുകയാണ്. അവൻ എൻ്റെ കൂടെ ഇന്ന് ദൈവരാജ്യത്തിൽ, ഇന്നെന്നല്ല ദൈവരാജ്യത്തിൽ അവസാന നാളിൽ പന്തിക്കിരിക്കുമെന്നവിടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശതാധിപൻ്റെ വലിയ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള പന്തി ഭോജനമത്രേ. അവിടെ യേശുക്രിസ്തു ചേർത്ത് പറയുന്നുണ്ട്, വിളിക്കപ്പെട്ടവർ, ഇസ്രായേലിലുള്ള ന്യായപ്രമാണം അരച്ചു കലക്കിയവർ, പരീക്ഷ പ്രമാണികൾ പലരും എത്തപ്പെടാത്ത സ്ഥലത്തേക്ക് ഈ റോമ ശതാധിപൻ എത്തുകയും അവർ പുറത്തുള്ള ഇരുട്ടിലേക്ക്, കരച്ചിലും പല്ലുകടിയുമുള്ള ഇടത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് വിളിക്കപ്പെട്ടത് കൊണ്ട് കാര്യമില്ല. വിളിക്കപ്പെട്ടവർ അതിശയിപ്പിക്കുന്ന വിശ്വാസം, വലിയ വിശ്വാസം മുറുകെ പിടിച്ച് നിത്യതയോളം ആ വിശ്വാസത്തിൽ യാത്ര ചെയ്താൽ ആ ഒടുക്കത്തെ നാളിൽ ദൈവവുമായിട്ടുള്ള പന്തിഭോജനത്തിൽ നമുക്കും ഒരവകാശം കിട്ടും. അതിന് ഈ ലോകത്തിൽ ചില കാര്യസാധ്യങ്ങൾ നടത്തുന്നതിലുപരി അതിനപ്പുറമായി എനിക്കൊരു വിളിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ വിളിക്ക് യോഗ്യമായ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം.
പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, അപ്പാ, ഞങ്ങളുടെ ബലഹീനമായ വിശ്വാസത്തെ, നിർജീവമായ വിശ്വാസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുക. ശതാധിപൻ്റെ വിശ്വാസം പോലെ ഏറ്റവും വലിയ വിശ്വാസം, ഇസ്രയേലിൽ പോലും കാണപ്പെടാത്ത വിശ്വാസം ഞങ്ങളിൽ വളർത്തണമേ. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിനാക്കി തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.